അങ്ങനെ ആദ്യം ഭരതൻ്റെ നിദ്രയിൽ അഭിനയിക്കുന്നു. യഥാർത്ഥത്തിൽ ഭരതനെ പോലുള്ള വളരെ പ്രഗത്ഭനായിട്ടൊരു സംവിധായകൻ്റെ കീഴിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ വരുവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഒരുപക്ഷെ ശാന്തികൃഷ്ണനെക്കുറിച്ചുള്ള ഒരു ജീവചരിത്രം എഴുതുമ്പോൾ അതിൽ എഴുന്നു നിൽക്കുന്ന ഒരു സുവർണ ഏടുകളിലൊന്ന് ഭരതൻ്റെ ചിത്രത്തിലൂടെ ആദ്യമായി സിനിമയിലേക്ക് തീർച്ചയായിട്ടും ലളിത ചേച്ചി എൻ്റെ ആദ്യത്തെ അമ്മ സിനിമയിൽ. അന്ന് എത്ര കിലോ ഉണ്ടായിരുന്നു? തൂക്കി നോക്കിയിട്ടില്ല. ബട്ട് ആ ഒരു ഏജിൽ ഐ തിങ്ക് ദാറ്റ് വാസ് പെർഫെക്റ്റ്. ബിക്കോസ് സിനിമയിലും പെർഫെക്റ്റ് ആയിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് നമ്മൾ ആസ് എ ഒരു 16-year-old എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആക്ച്വലി അത് ഒരു വിധത്തിൽ ആദ്യം ഈ പറഞ്ഞ അഭിനയിക്കാൻ വേണ്ടി സെറ്റിലെത്തിയപ്പോൾ വളരെ പ്രധാനപ്പെട്ട റോളിലേക്കാണ് ഒന്നും ചിന്തിച്ചില്ല, ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് ഇൻഫാക്ട് ആദ്യം ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ടായിരുന്നു. ഈ ചെന്നൈയിൽ ഭരതൻ സാർ വിളിച്ചപ്പോൾ എൻ്റെയും പിന്നെ വിജയമേനൻ ആയിരുന്നു ഫസ്റ്റ് ഹീറോ. അപ്പോൾ ഞങ്ങളുടെ ഒരുമിച്ചുള്ള ഫോട്ടോ ഷൂട്ട് പോലെ ആയിരുന്നു ചെന്നൈയിൽ. അത് സ്ഥലത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അവിടെ വെച്ചിട്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ടിംഗ് തുടങ്ങിയത് കോവളം, തിരുവനന്തപുരത്ത് കോളത്ത് ബീച്ചിലാണ്. അപ്പോൾ ഫസ്റ്റ് ഡയലോഗൊന്നുമില്ല. എനിക്ക് മലയാളം ഇപ്പോഴും ശരിക്കും അറിയില്ല, എന്നാലും പറയുകയാണ് ഫസ്റ്റ് ഒട്ടും അറിയില്ലായിരുന്നു മലയാളം. ഐ യൂസ് ടു അണ്ടർസ്റ്റാൻഡ്, പക്ഷേ മലയാളം സംസാരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട്. അപ്പോൾ ഫസ്റ്റ് ഷോട്ട് തന്നെ ഡയലോഗ് തന്നില്ല. ഭരതൻ സാർ ആദ്യത്തെ ഒരു 2 ദിവസമൊക്കെ കോളത്ത് ഈ ജസ്റ്റ് സോങ്സിന്റെ ഷോർട്സ് അങ്ങനെയൊക്കെ ജസ്റ്റ് മോണ്ടാജ് പോലെയൊക്കെ എടുത്ത് അപ്പോൾ അത് ആ ഒരു സീക്വൻസസ് ആയതുകൊണ്ട് കുറേ കൂടെ നമ്മൾ അതിൽ കംഫർട്ടബിളായി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ചേച്ചിയുടെ കൂടെ ഉള്ള ഈ ഷോർട്സ് ഒക്കെ എടുത്തിട്ട് പിന്നെയാണ് കറക്റ്റ് ഒരു ഓർഡറിലാണ് ആ പടം തന്നെ ശരിക്കും പറഞ്ഞ് എടുത്തത്. എന്നുവെച്ചാൽ കുറച്ചും കൂടെ നമ്മൾ എല്ലാവരായിട്ടും ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറേ കൂടി ഇമോഷണൽ സീൻസ് ഒക്കെ എടുക്കാൻ തുടങ്ങിയതും. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. പക്ഷേ ലളിത ചേച്ചി ഒരു അമ്മയായിട്ടുള്ളത് കൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ചേച്ചി ശരിക്കും. പിന്നെ ഒരു ഡെഫിനറ്റ് ആയിട്ടും അവരൊക്കെ എൻ്റെ സ്കൂളാണെന്ന് തന്നെ പറയാം. ഭരതൻ സാർ ആയാലും ശരി, ലളിത ചേച്ചി ആയാലും ശരി, അതിലുള്ള എല്ലാ വെറ്ററൻസ് ആയിട്ടുള്ളവരെല്ലാം നമ്മളൊരു ന്യൂ കമർ ആണെന്ന് പോലും അവർ ചിന്തിക്കാതെ നമ്മൾ ഒരു സ്വന്തം മോളെ പോലെയാണ് ശരിക്കും പറഞ്ഞ ചേച്ചി. ആ ഷോർട്സൊക്കെ ഓരോന്നും വരുമ്പോഴും വളരെ നന്നായിട്ട് ഇതിപ്പോൾ കണ്ടില്ല. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോട്ട് ഫസ്റ്റ് ഒരു മൂവി ആണെന്ന് ഐ ഡോണ്ട് തിങ്ക് യു വുഡ് ഹാവ് ഫെൽറ്റ്. അതായത് ഈ സിനിമയുടെ ഒരു പ്രത്യേകത, ഒന്ന് ശാന്തികൃഷ്ണ ആദ്യമായിട്ട് അഭിനയിച്ചൊരു പടമാണെന്ന് ആരും പറയില്ല. അതാണ് അത് ഡെഫിനറ്റ്ലി ഇവരുടെ വലിയൊരു കൈയുണ്ട് അതിൽ. തുടക്കക്കാരിയുടെ പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള ഒരു പോസ്റ്റേഴ്സോ ജസ്റ്റേഴ്സോ അതിൽ കാണാനില്ല. വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാൾ അഭിനയിക്കുന്ന പോലെ. ഒരുപക്ഷെ മുംബൈയിലെ വീട്ടിൽ ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും വേണമെങ്കിൽ ശാന്തികൃഷ്ണ ജീവിച്ചിട്ടുണ്ടാവുക. ഇത്ര ഒരു റൂറൽ ഏരിയ അല്ല മുംബൈ ഓഫ് കോഴ്സ്. ആ ഒരു അറ്റാച്ച്മെന്റ് ഇന്നും ഉള്ളതുകൊണ്ട് അന്നും എനിക്ക് ആ ഒരു അമ്മ എന്ന് പറയുമ്പോൾ ആ ഒരു അറ്റാച്ച്മെന്റ് എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ആവർത്തിക്കപ്പെട്ടു. മാത്രമല്ല ഈ സിനിമയിൽ വേറൊരു പ്രത്യേകത, വളരെ ബോൾഡായിട്ട് ശാന്തികൃഷ്ണ അഭിനയിച്ചു. ഒരുപക്ഷെ തുടക്കക്കാരിക്ക് ഉണ്ടാകാത്ത ഒരു ധൈര്യം. ഞാൻ അതിൽ അത്രയും ബോൾഡായിട്ടെന്ന് പറയാൻ പ്രത്യേകിച്ച് അങ്ങനെ അതിലെ ചില ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഗ്ലാമറസ് ആയിട്ട് അഭിനയിച്ചു തോന്നുന്നുണ്ടോ? അങ്ങനെ ഗ്ലാമറസ് റോൾ അതിൽ കുറച്ച് മിക്സ് ആയിരുന്നു. റൂറൽ ഐ മീൻ ഒരു വില്ലേജ് ഗേളും പിന്നെ കുറച്ചും കൂടെ ഒരു മോഡേൺ ആയിട്ട് ആ സോങ്സിലൊക്കെ നല്ല മിങ്കിൾ ചെയ്ത് അഭിനയിക്കുന്നതിനൊന്നും യാതൊരു മടിയുണ്ടായിരുന്നില്ല. ഒരു വൈക്ലഭ്യം ഉണ്ടായിരുന്നു, ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടായിരുന്നു. ഇൻഫാക്ട് അതിനുശേഷം ഒരുപാട് എന്നെ കുറിച്ച് തന്നെ ടച്ച് മീ നോട്ട് ഗേൾ എന്ന് തന്നെ ഒരു ഇത് തന്നെ ഉണ്ടായിരുന്നല്ലോ. തമിഴ്നാട്ടിലും മറ്റേ തമിഴ് പടത്തിലും പോകുമ്പോഴും എല്ലാം ഇതുപോലെയായിരുന്നു. അതുപോലെ സീനാണെങ്കിലും ശാന്തികൃഷ്ണൻ അഭിനയിക്കില്ല. അതൊരു വലിയ ഇതായിട്ട് പിന്നെ ഫസ്റ്റ് തൊട്ടേ ഞാൻ ചോദിക്കും അങ്ങനത്തെ സീൻസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യില്ല. ഭരതൻ സാറിന്റെ പടത്തിൽ യൂഷ്വൽ പടങ്ങളിലെക്കാട്ടിലും നിദ്ര കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല സാർ അങ്ങനത്തെ ഒരു വിഷ്വൽസ് ആയിരിക്കും. വളരെ ഐ ഡോണ്ട് നോ, ഞാൻ അത് ഒരിക്കലും പേടിച്ചിട്ട് അത് പറയാതിരുന്നിട്ടില്ല. ഐ ഹാവ് ഓൾവേസ് ഗോൺ ആൻഡ് സാർ എനിക്കത് കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരിക്കലും നിർബന്ധിച്ചിട്ടുമില്ല. ബിക്കോസ് ആ രീതിയിലാണ് ഇൻഫാക്ട് അത് അത്ര അത്യാവശ്യമുള്ള ഒരു ഷോർട്സും ഇല്ലായിരുന്നു. എന്നുവെച്ചാൽ ആ ഒരു സീൻ അത് വേണം, അതുകൊണ്ട് അങ്ങനെ ചെയ്തേ പറ്റൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഇതേ വരെ ഒരു ഡയറക്ടേഴ്സിന്റെ മുമ്പിലും എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടില്ല. ഈ സിനിമ വീണ്ടും പുതിയ നിദ്രയായിട്ട് വന്നു. ആ സമയത്തിൽ ഇല്ല, ഞങ്ങൾക്ക് പടം മുഴുവനും കാണാൻ പറ്റി, കുറച്ച് കണ്ടായിരുന്നു. പക്ഷെ ആ പടത്തിന്റെ തുടക്കത്തിന്റെ അതായത് പൂജയുടെ സമയത്ത് ലളിത ചേച്ചി എന്നെ വിളിച്ചായിരുന്നു. ചേച്ചി പറഞ്ഞായിരുന്നു ഇങ്ങനെ വരണം, കൊച്ചിയിലായിരുന്നു അതിന്റെ. അപ്പോൾ സിദ്ധാർത്ഥ് ഫസ്റ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇത് നിദ്രയിൽ അഭിനയിച്ച എല്ലാവരും അതിൽ വന്ന് ഒന്നുകൂടെ ബെസ്റ്റ് വിഷസ് പറയണം
എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല ബിക്കോസ് മക്കളുടെ അവരുടെ എക്സാംസ് ഒക്കെ ആയിരുന്നു ആ സമയത്ത്. ബട്ട് ചേച്ചി അത് വിളിച്ചതിന് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഒത്തിരി വർഷം കഴിഞ്ഞിട്ടാണ് ചേച്ചി സംസാരിക്കുന്നത്. കാരണം വെച്ചാൽ ശാന്തികൃഷ്ണ ആരെയും വിളിക്കാറില്ല. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. ശാന്തികൃഷ്ണ ഇവിടുന്ന് അങ്ങ് പോയ ശേഷം പിന്നെ കേരളം എന്നുള്ളൊരു സംസ്ഥാനം ഉണ്ടെന്ന് തന്നെ ശാന്തികൃഷ്ണൻ മറന്നുപോയി എന്നാ ചില ആൾക്കാർ പറയുന്നത്. ഇല്ല, ഞാൻ മറന്നിട്ടില്ല ഒരിക്കലും. കാരണം അഥവാ ഇവിടെയൊക്കെ വരുവാണെങ്കിൽ തന്നെ ആരും അറിയാതെ വന്നൊരൊറ്റ പോക്കാണ്. അറിയാതെ എങ്ങനെ വരാം? പഴയ സഹപ്രവർത്തകര്, സുഹൃത്തുക്കള്, പണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അവരെ ഒന്നും ഇപ്പോൾ വിളിക്കുക. ഞാൻ ഇപ്പോൾ മാത്രമല്ല, പണ്ടും ഞാൻ അങ്ങനെയായിരുന്നു. ഇന്നും എന്നെക്കുറിച്ച് ഒരു 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 എന്താ പറയുക, ഒരു ഫോൾട്ട് എന്നിൽ എന്ന് പറയാനാണെങ്കിൽ മേ ബി പീപ്പിൾ വിൽ സേ ഫ്രണ്ട്ഷിപ്പ് അധികം ശാന്തിക്കില്ല എന്ന് പറയാം. ഐ ഡോണ്ട് നോ. പണ്ട് മുതലേ എനിക്ക് ഈവൻ ഇൻ സ്കൂൾസ് ഒരു വളരെ ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല. ബട്ട് അതേ സമയത്ത് ഐ വാസ് നോട്ട് ഓവേർട്ട്ലി ഫ്രണ്ട്ലി വിത്ത് മെനി പീപ്പിൾ ഓൾ ടുഗെദർ. എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ ഇത്രയും വർഷം ലൈഫിൽ എനിക്ക് എല്ലാമായ സത്യം പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഫ്രണ്ടായിട്ട് എൻ്റെ അമ്മ തന്നെ ഇന്നും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ് എനിക്ക് പറയാനുള്ളതും ഒരു ഫ്രണ്ടായിട്ടും ഒരു അമ്മ ആയിട്ട് മാത്രമല്ല, എൻ്റെ അമ്മ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടാണ് ഇത്രയും വർഷം എൻ്റെ കൂടെ നിന്നതും എല്ലാം. സോ മേ ബി എല്ലാം കൂടി ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിച്ച് എല്ലാം തീർത്തത് കൊണ്ടായിരിക്കും.